ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ആതിര, ഡെന്റൽ സർജനാണ്. ഇന്നത്തെ വീഡിയോ ലേസ് ടൈ ബ്രേസസിനെ കുറിച്ചാണ്. ഇത് കാണാൻ പവർ ചെയിൻ പോലെയാണ് ഇരിക്കുക, എന്നാൽ ഇവിടെ റബ്ബറിന് പകരം വയേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. പവർ ചെയിൻ പോലെ തന്നെ കമ്പിയെ മുത്തിനു ചുറ്റും ക്രോസ് ആയി വളയ്ക്കുന്ന രീതിയെയാണ് ലേസ് ടൈസ് എന്ന് പറയുന്നത്. ഇത് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? കമ്പിയിടുന്ന സമയത്ത് നമ്മുടെ എല്ലാ പല്ലുകളും നീങ്ങുന്നതാണ്. എന്നാൽ ഒരു ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഒരു സൈഡിലുള്ള പല്ലുകൾ മാത്രമേ നീങ്ങേണ്ടതുള്ളൂ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സ്ട്രോങ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പല്ലുകളെ നീക്കാൻ അത് സഹായിക്കുന്നു. ഇപ്പോൾ ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മിനി ഇംപ്ലാന്റ്സിനെ കുറിച്ച്. മിനി ഇംപ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സ്ക്രൂകളാണ്. ഈ സ്ക്രൂ ഉപയോഗിച്ച് നമുക്ക് മുന്നിലെ പല്ലുകളെ ബാക്കിലേക്ക് വലിക്കാം. പക്ഷെ സ്ക്രൂ നീങ്ങില്ല, പല്ല് മാത്രം ബാക്കിലേക്ക് വരുന്നതായിരിക്കും. ഇതേപോലെ തന്നെ നമുക്ക് മിനി സ്ക്രൂസ് ഉപയോഗിക്കാതെ പല്ലുകളെ നീക്കാൻ സഹായിക്കുന്നതാണ് ലേസ് ടൈസ്. അതായത് ചില ആളുകൾക്ക് മിനി സ്ക്രൂസ് ഉപയോഗിക്കേണ്ട അത്ര ആവശ്യമുണ്ടാവുകയില്ല. അങ്ങനെയുള്ളവർക്ക് നമ്മുടെ പല്ലുകളുടെ ശക്തി കൊണ്ട് തന്നെ മുന്നിലെ പല്ലുകളെ പുറകിലേക്ക് വലിക്കാവുന്നതാണ്. ഇതിനുവേണ്ടി മാത്രമല്ല, നമ്മൾ അടച്ച വിടവ് വീണ്ടും വരാതിരിക്കാൻ വേണ്ടിയും നമ്മൾ ഇതുപോലെ ലേസ് ടൈസ് ഇടാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം, വിടവടയ്ക്കാൻ പവർ ചെയിൻ യൂസ് ചെയ്താൽ മതിയല്ലോ എന്ന്. പവർ ചെയിൻ എന്നാൽ ഇതുപോലെയുള്ള റബ്ബറാണ്. വിടവടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവ ഉപയോഗിക്കുന്നത്. പവർ ചെയിൻ ഒരുപാട് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ആക്ടിവേഷൻ കുറയുന്നതാണ്. എന്നാൽ ലേസ് ടൈസ് നമ്മൾ ടൈറ്റ് ചെയ്ത പോലെ തന്നെ ഇരിക്കുന്നവയാണ്. മിക്കവാറും ആളുകൾക്ക് അതുകൊണ്ട് നമ്മൾ ലേസ് ടൈസ് ആണ് ഉപയോഗിക്കാറുള്ളത്. പവർ ചെയിൻസിനെക്കാളും ശക്തി കൂടുതലുള്ളത് ലേസ് ടൈസിന് തന്നെയാണ്. കാരണം പവർ ചെയിൻ റബ്ബർ ഉപയോഗിച്ചിട്ടുള്ളതും ലേസ് ടൈസ് വയേഴ്സ് ഉപയോഗിച്ചിട്ടുള്ളതുമാണ്. ഇത് പല്ലുകളെ അതേ പൊസിഷനിൽ നിൽക്കാൻ സഹായിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.